ചേട്ടാ ഈ വേദിയിലേക്ക് ഞങ്ങൾ ഏറ്റവും സ്നേഹത്തോടുകൂടി തന്നെ സ്വാഗതം ചെയ്തോട്ടെ പ്ലീസ്. താങ്ക് യു സോ മച്ച് ലിസൺ ചേട്ടാ. അപ്പൊ ചേട്ടനാണ് നമ്മുടെ ഈ ഒരു ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ച് ചെയ്യുന്നത്. അപ്പം വി ആർ വെരി എക്സൈറ്റഡ് ആൻഡ് വി വുഡ് ലവ് ടു നോ വാട്ട് യു വുഡ് ലവ് ടു ഷെയർ. ഈ പടത്തിന്റെ പ്രൊഡ്യൂസർ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ കഥ ജീവചരിത്രം പങ്കുവെച്ചുകൊണ്ടൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ അദ്ദേഹത്തിൻ്റെ അടുത്തൊരു സിനിമയായിട്ട് വരുമ്പോൾ വളരെയധികം പ്രതീക്ഷയുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമയുടെ അതുപോലെ തന്നെ ഇതിൻ്റെ ഡയറക്ടർ ആയിക്കോട്ടെ, ഇതിൻ്റെ റൈറ്റർ ആയിക്കോട്ടെ, മാളികപ്പുറം എന്ന് പറയുന്ന ഒരു സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം അവരുടെ ടീം കൊണ്ടുവരുന്ന അടുത്ത സിനിമയാണ് സുമതി വളവ്. എന്നറിയാം, എല്ലാം ന്യൂ ജനറേഷനിലുള്ള എല്ലാ ആക്ടേഴ്സും ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. വളരെയധികം പ്രതീക്ഷയാണ് ഈ സിനിമയിൽ ഉള്ളത്. പിന്നെ ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ സിനിമകളിലെയും പ്രൊഡക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഗോകുലം മൂവീസാണ്. അപ്പോൾ ഇന്ന് മലയാള സിനിമയിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഹൗസായിട്ട് ഗോകുലം മൂവീസ് മാറിയിരിക്കുകയാണ്. അപ്പോൾ അതും വളരെയധികം സന്തോഷമുണ്ട്. കാരണം സിനിമ മേഖല ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നുണ്ടിട്ട് ഇതുപോലെയുള്ള സ്ട്രോങ് പ്രൊഡ്യൂസേഴ്സ് മലയാള സിനിമയ്ക്ക് ആവശ്യമാണ്. എനിവേ, ഈ സിനിമ ഒരു വലിയ വിജയമായി മാറട്ടെ. ഈ സിനിമയിൽ അഭിനയിച്ച മുഴുവൻ ആർട്ടിസ്റ്റുകൾക്കും അല്ലെങ്കിൽ ഈ സിനിമയിൽ പ്രവർത്തിച്ച മുഴുവൻ ടെക്നീഷ്യൻസിനും വിജയാശംസകൾ നേരുകയാണ്. താങ്ക് യു. നമുക്ക് ട്രെയിലർ ലോഞ്ച് ചെയ്യുന്നതിന് രണ്ടുപേരും കൂടി ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. ഒന്ന് ഓഫ്കോഴ്സ് ഡെഫിനറ്റ്ലി നമ്മുടെ മലയാളി അല്ലെങ്കിൽ നമ്മുടെ പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിനെല്ലാം പൊളിറ്റിക്സിലേക്ക് വളരെയധികം ഇൻട്രസ്റ്റ് ജനിപ്പിക്കാൻ കാരണമായ ഒരാളാണ്. അദ്ദേഹത്തിന്റെ ന്യൂസ് അവേഴ്സിലുള്ള കംബാക്സ് അത് കേൾക്കാൻ തന്നെ ഒരു പ്രത്യേകമായിട്ടുള്ള ഫാൻ ബേസ് ഉണ്ട്. സോ ലെറ്റ് us welcome on to the stage the one and only Rahul Pankudil. So kindly join with us please. And also let me invite on to the stage വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗസ്റ്റ് കൂടെ നമുക്ക് ഈ വേദിയിലേക്ക് എത്തിച്ചേർത്തിട്ടുണ്ട്. നമ്മുടെ എറണാകുളത്തിന്റെ അഡീഷണൽ ഡിസ്ട്രിക്ട് ജഡ്ജും അതുപോലെ തന്നെ കേരള ജുഡീഷ്യൽ ഓഫീസേഴ്സ് അസോസിയേഷന്റെ സ്റ്റേറ്റ് പ്രസിഡന്റുമായ ശ്രീ മധു അവർകളും ഈ വേദിയിൽ എത്തിയിട്ടുണ്ട്. സർ, ഏറെ ബഹുമാനത്തോടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇവിടെ നിൽക്കുന്ന ആളുകൾ വിചാരിക്കുക, എല്ലാവർക്കും നമസ്കാരം. ആദ്യം ആളുകൾ വിചാരിക്കുകയാണ് ഇവിടെ എന്നായിരിക്കും ആദ്യം ആളുകൾ വിചാരിക്കുക കാര്യം വിചാരിക്കും. അപ്പോൾ സത്യത്തിൽ അഭിലാഷ് വളരെ കാലമായിട്ടുള്ള സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ നിലയിൽ സുമതി വളവ് ഭൂരിപക്ഷം ഭാഗങ്ങളും ചിത്രീകരിച്ചത് പാലക്കാടാണ്. അപ്പോൾ പാലക്കാട് സെറ്റിൽ 1-2 തവണ പോയി ഷൂട്ടിംഗ് കാണുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ദീർഘകാലമായിട്ടുള്ള സുഹൃത്ത് എന്ന നിലയിലുള്ള അടുപ്പത്തിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. പിന്നെ എല്ലാം വേണ്ടപ്പെട്ട ആളുകളാണ് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. അർജുനും ബാലുവും എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് വലിയ സന്തോഷമുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ നേരത്തെ ചോദിക്കായിരുന്നു, ഇപ്പോൾ ഇതിൻ്റെ പ്രൊഡ്യൂസർ അദ്ദേഹത്തിൻ്റെ ഒരു സ്വന്തം അനുഭവം സിനിമയാക്കിയിട്ടാണ് ആദ്യമായിട്ട് വന്നത്. ഒരുപാട് ഹിറ്റുകൾ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഡിസ്റ്റിൻ ബായിയുടെ ഒരു സ്വന്തം ജീവിതം കൂടെ സിനിമയാക്കി ബാഹുബലിക്ക് മുകളിൽ ഒരു ബ്രഹ്മാണ്ഡ ഹിറ്റാക്കുവാൻ മലയാള സിനിമയിൽ കഴിയുന്നൊരു സിനിമയായിരിക്കും. അപ്പോൾ എന്തായാലും ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്, കുറച്ച് മാസങ്ങളായിട്ട് സിനിമ അത്ര നന്നായിട്ട് വർക്കാകുന്നില്ല. അപ്പോൾ സുമതി വളവ് വരട്ടെ, അടിപൊളിയാകട്ടെ. മലയാള സിനിമയുടെ ഇപ്പോഴുള്ള ഒരു ഹിറ്റില്ലായ്മയ്ക്ക് ഒരു പരിഹാരമാകാൻ സുമതി വളവിന് കഴിയട്ടെ. അപ്പം ടീം വിഷ്ണു, അഭിലാഷ് എല്ലാവർക്കും എല്ലാവിധമായ ആശംസകൾ. താങ്ക് യു. നമസ്കാരം. ഞാനിതിനു മുന്നേ ഇതുപോലെ സ്റ്റേജിൽ വന്നു നിന്നത് സുമതി വളവിൻ്റെ ലോഞ്ചിനാണ്. ഇപ്പോൾ അത് ട്രെയിലർ ലോഞ്ച് വരെ എത്തി നിൽക്കുകയാണ്. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അന്ന് ലോഞ്ചിൽ വന്ന് നിൽക്കുമ്പം എനിക്ക് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവിടം വരെ എത്തി. ഇനിയിപ്പോൾ സിനിമ റിലീസാവാൻ പോവാണ്. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇത് ഒരുപാട് പേരുടെ ഹാർഡ് വർക്കാണ്. ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ ഉള്ളവരുടെ മാത്രമല്ല, ബാക്ക് ക്യാമറയിലും ഒരുപാട് പേര് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു മൊമെൻറ്റിൽ അവരൊക്കെ ഓർക്കാണ്. ഒരുപാട് ചേട്ടന്മാരും എല്ലാവരും കുറേ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഐ എം സോ ഗ്രേറ്റ്ഫുൾ. സീരിയൽ കഴിഞ്ഞിട്ട് സിനിമ അഭിലാഷ് ചേട്ടനും വിഷ്ണു ചേട്ടനും മുരളി സാറും എല്ലാവരും കാരണമാണ് എനിക്ക് കിട്ടിയത്. എനിക്കറിയില്ല എന്താ പറയേണ്ടത്. ഐ എം സോ ഹാപ്പി. ഇവരുടെ എല്ലാവരുടെയും ഹാർഡ് വർക്കിന് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട്സ് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സോ യെസ്, എന്താണ്, ഹൗ എക്സൈറ്റഡ് ആർ യു? ആൻഡ് യു ലുക്കിംഗ് വെരി ഡാഷിംഗ്. നിങ്ങൾ 3 പേരും ഡെഫിനറ്റ്ലി. സോ യെസ്, വാട്ട് യു വാണ്ട് ടു സേ? താങ്ക് യു. ഭയങ്കര എക്സൈറ്റഡ് ആണ്. സുമതി വളവിൻ്റെ സെക്കൻഡ് മൂവിയാണ്. ഒത്തിരി ഗ്രേറ്റ്ഫുൾ ആണ് ഇത്രയും വലിയൊരു ടീമിൻ്റെ ഭാഗമാകാൻ പറ്റിയത്. ഈ ഓപ്പർച്യൂണിറ്റി തന്ന അഭിലാഷ് ചേട്ടനും വിഷ്ണു ചേട്ടനും
മുരളിച്ചേട്ടനാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ മൊത്തം ടീം. ഇത് ടോട്ടലി ഒരു ഫൺ എൻ്റർടൈനർ ആയിരിക്കും നിങ്ങൾക്ക്. August 1 മൂവി റിലീസാവുന്നത്. സോ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി പടം കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ് യു. ആൻഡ് ജസ്ന, സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അടിച്ചു പൊളിച്ച് പാട് നടക്കുകയായിരുന്നു. സോ നൗ യെസ്, എന്താണ് സിൽവർ സ്ക്രീനും റൂൾ ചെയ്യാൻ റെഡി ആയിട്ടുണ്ടോ? അയ്യോ അങ്ങനെയൊന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് അത്ര ഫിയറൊന്നും ഇല്ലാത്ത ആളാണ്. പക്ഷെ ഇന്ന് എന്തോ അത്യാവശ്യം ട്രെയിലർ ലോഞ്ചസ് ഒക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഞാനും കൂടെ പാർട്ടായിട്ടുള്ള ഒരു മൂവിയുടെ ട്രെയിലർ ലോഞ്ചിൽ വന്ന് നിൽക്കുമ്പോൾ ഇറ്റ്സ് സോ സ്പെഷ്യൽ ഫോർ മീ. ആൻഡ് പറഞ്ഞ മാതിരി ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഫ്രം ഡാൻസിങ് ഓർ സോഷ്യൽ മീഡിയ ടു ദ ബിഗ് സ്ക്രീൻ, എനിക്ക് ഇതിലും വലിയൊരു ഓപ്പണിംഗ് എനിക്ക് കിട്ടാനില്ല. ശരിക്കും ഐ എം സോ ബ്ലെസ്ഡ്. ഇത്രയൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ എന്നെ വിശ്വസിച്ചേൽപ്പിച്ച വിഷ്ണു ചേട്ടന് താങ്ക് യു സോ മച്ച്. ആൻഡ് അത്രയും ഭംഗിയായിട്ടാണ് അഭിലാഷ് ചേട്ടൻ ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്നതാണെങ്കിലും ഇത്രയും വലിയൊരു ക്രൂ അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് ഐ എം സോ ഗ്രേറ്റ്ഫുൾ. മുരളി ചേട്ടൻ, ശ്രീ ഗോകുല മൂവീസ്, അതുപോലെ ഞങ്ങളുടെ DOP ശങ്കർ സാർ, ഒരുപാട് പേരുണ്ട് താങ്ക്സ് പറയാനായിട്ട്. ഈ ഒരു ഓപ്പണിംഗ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ലോഞ്ച് ശരിക്കും ഒരു ബ്ലെസ്സിങ് ആണ്, അധികം പേർക്ക് കിട്ടുന്നതല്ല. സോ താങ്ക് യു സോ മച്ച്. അപ്പോൾ August 1 ഇനി അധികം ദിവസമൊന്നുമില്ല. ഇറ്റ്സ് ലൈക്ക് കൗണ്ടിങ് എവറി മിനിറ്റ് ഫോർ ദാറ്റ് മൊമെൻറ്റ്. ഒരുപാട് ആഗ്രഹിച്ച ഒരു മൊമെൻ്റ് ആണത്. അപ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ ട്രെയിലർ കാണുമ്പോഴാണെങ്കിലും ഓരോ മൊമെൻറ്റ്സ് ഞാനിങ്ങനെ വീണ്ടും ചെറിഷ് ചെയ്യാൻ പോകുന്ന മൊമെൻറ്റ്സ് ആണ്. താങ്ക് യു. അടുത്തൊരു പരിപാടിക്ക് പോകണം, അതുകൊണ്ടാണ് എന്നെ ആദ്യം വിളിച്ചത്. സന്തോഷം. അഭിലാഷ് 2019 വൈറ്റിലയിലെ ഷോസിൽ ഫ്ലാറ്റിൽ ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് പറഞ്ഞൊരു കഥയാണ് സുമതി വളർന്നൊരു കഥ. 10,000-കണക്കിന് തിരക്കഥകൾ എഴുതി കൊച്ചിയിലും കേരളത്തിലും അങ്ങോളം ഇങ്ങോളം കാത്തിരിക്കുന്ന, സിനിമയാകാൻ വേണ്ടി സ്വപ്നം കണ്ട് കാത്തിരിക്കുന്ന നിരവധി ചെറുപ്പക്കാരുണ്ട്. ഇവിടെയും ഞാനൊരു കല്ലെടുത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇട്ടാൽ ഒരു 10 തിരക്കഥകളെങ്കിലും എഴുതി സിനിമയാവാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരുണ്ട്. നിങ്ങൾക്കൊക്കെ സ്വപ്നം കാണാൻ പറ്റുന്ന, നിങ്ങൾക്കൊക്കെ മാതൃകയാക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് അഭിലാഷ്. അതുകൊണ്ട് തന്നെ അഭിലാഷിൻ്റെ സിനിമാ സ്വപ്നങ്ങൾ എങ്ങനെയാണ് അഭിലാഷ് സാധ്യമാക്കിക്കൊണ്ടിരിക്കുന്നത് എനിക്കും ഒരു അത്ഭുതമാണ്. അതുകൊണ്ട് അഭിലാഷിന് അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് ഈ ട്രെയിലർ എന്നെ സംബന്ധിച്ച് ഒരു വലിയ ഒരു പെരുമഴ പെയ്ത് തോർന്ന ഒരു ഫീലായിരുന്നു ട്രെയിലർ കാണുമ്പോൾ. അതിമനോഹരമായി ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത രഞ്ജനോട് പൂർണ്ണമായും നീതി പുലർത്തിയ ഇതിന്റെ മ്യൂസിക് ഇതിന്റെ സൗണ്ട് മിക്സ് ചെയ്ത രാധാകൃഷ്ണൻ ചേട്ടന്റെ മനോഹരമായ മിക്സിങ്, അത്രയും മനോഹരമായ ഒരു സൗണ്ട് എഫക്ട്സിന്റെ ഇമ്പാക്റ്റിൽ സ്ക്രീനിൽ നിന്നും കണ്ടെടുക്കാൻ പറ്റാതെ കാത്തിരുന്ന ഈ വിഷ്വലിന്റെ ഈ ഒരു ഇമ്പാക്ട് ബിഗ് സ്ക്രീനിൽ തിയേറ്ററുകളിൽ കിട്ടി കഴിഞ്ഞാൽ ഈ സുമതിയുള്ള ഒരു സൂപ്പർ ഹിറ്റായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാളികപ്പുറത്തിന് ശേഷം എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോണർ ചെയ്യുന്ന വിഷ്ണുവിനൊപ്പം വിഷ്ണുവിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി ഒപ്പം ചേർന്ന പ്രിയപ്പെട്ട മുരളിച്ചേട്ടനും ഈ സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ രേഖപ്പെടുത്തുകയാണ്. അതിഗംഭീരമായൊരു വിജയമായി മാറട്ടെ. മലയാള സിനിമയുടെ പ്രതിസന്ധികൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മലയാള സിനിമയും തിയേറ്റർ വ്യവസായത്തെ സംരക്ഷിക്കാൻ സുമതി വളവിന്റെ ടീമിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. ഇവിടെ ഈ ഒരു വേദിയിൽ നിൽക്കുമ്പോൾ ഇത്രയും ആൾക്കാർ ഇവിടെ നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് പറയണ്ടേ ഇവിടെ നിങ്ങൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് ഇവിടെ നിൽക്കുന്നതിന്. ആൻഡ് ഒരുപാട് സന്തോഷം ഈ ഒരു സിനിമയുടെ ഒരു ഭാഗമായി കഴിഞ്ഞതിൽ. വിഷ്ണു, അഭി, മുരളിച്ചേട്ട എല്ലാവർക്കും താങ്ക്സ്. പിന്നെ ഇത്രയും നല്ലൊരു ടീം കണ്ടില്ല, ഇവിടുത്തെ ഒരോളം കണ്ടില്ലേ, ഇത്രയും നല്ലൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. 1 റിലീസാവാണ്. സോ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം. ഞങ്ങളുടെ ഈ ടീമിനെയും ഞങ്ങളുടെ ഈ സിനിമയിനെയും സപ്പോർട്ട് ചെയ്യാമെന്ന് മാത്രമേ പറയാനുള്ളൂ. താങ്ക് യു സോ മച്ച്. ഗുഡ് ഈവനിങ്. ഹായ്. ട്രെയിലറും പാട്ടൊക്കെ കണ്ടോ? ഇഷ്ടായോ? ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ August 1 നമ്മുടെ പടം റിലീസാവുന്നത്. അപ്പോൾ എല്ലാവരും ഫാമിലി ഫ്രണ്ട്സായിട്ട് പോയി കാണണം. താങ്ക് യു സോ മച്ച്. നമ്മുടെ പടത്തിൻ്റെ മെയിൻ ബാക്ക് ബോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഡ്യൂസേഴ്സാണ് മുരളി ചേട്ടൻ ആൻഡ് ഗോപാലൻ സർ. അവരുടെ ഒരു സപ്പോർട്ട് കാരണമാണ് ഈ ഒരു ഫിലിം ബേസിക്കലി we could do it the best. And also to all the crew members, Vishnu and Abhichetan, Abhilash and അവർക്കൊക്കെ ഞാൻ താങ്ക്സ് പറയണം. ഈ ഒരു ക്യാരക്ടർ എനിക്ക് they have given me an idea about it and I could do it my best because of them. എന്തായാലും thank you so much to Guru for giving us this opportunity as well. എന്തായാലും yeah, that's all. Very grateful to be part of this movie. And all the very best to Sija. And yes, GB,
ജിപിയുടെ സിനിമകള് ജിപി തന്നെ ഇങ്ങനെ വളരെ കാത്തുനിന്ന് എക്സൈറ്റഡ് ആയിട്ട് സിനിമ കണ്ടിട്ടുണ്ടാകും. പക്ഷെ ഇതൊരു ഡബിൾ എക്സൈറ്റ്മെന്റ് ആയിരിക്കും അല്ലെ? ആഫ്റ്റർ വെഡിങ് ആണ് അല്ലെങ്കിൽ വി ഹാവ് ഓൾ സീൻ എങ്ങനെയാണ് ജിപി ഗോപികനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത്. വി ആർ ഓൾ എക്സൈറ്റഡ് ഫോർ യു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടില്ലെങ്കിൽ പോലും ഞാൻ അഭിനയിച്ച പല സിനിമകളിലും സ്പെൻഡ് ചെയ്ത അത്ര സമയം തന്നെ ഈ സെറ്റുകളിൽ ഞാൻ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് ഒരുപാട് സുഹൃത്തുക്കൾ ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരുപാട് പേരുള്ളൊരു സിനിമ കൂടിയാണ്. ഇത് മാത്രമല്ല, ഈ സിനിമ എത്ര കഷ്ടപ്പെട്ടാണ് അവരുണ്ടാക്കിയത് എന്നുള്ളത് നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. എനിക്കിതിൽ സന്തോഷം തോന്നുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ട്രെയിലർ കണ്ടു, നിങ്ങൾ പാട്ട് കണ്ടു, കുറേ എലമെന്റ്സ് ഉള്ള, നമ്മൾ തിയേറ്ററിൽ ഫാമിലിയായി പോയി ഫ്രണ്ട്സിന്റെ കൂടെ പോയി പോപ്കോണൊക്കെ തിന്ന് അടിച്ചു പൊളിച്ച് ആഘോഷിച്ച് കാണാൻ പറ്റുന്ന സിനിമകൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കാറുണ്ടല്ലോ. അതുപോലത്തെ ഒരു ഫോർമുലയാണ് ഇതിനകത്ത് ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്, ഹൊറർ ഉണ്ട്, കോമഡി ഉണ്ട്, ആക്ഷൻ ഉണ്ട്, എല്ലാം കൂടി തികയുന്ന അത്തരം സിനിമകൾ ചില സമയത്താണ് നമ്മുടെ അടുത്തേക്ക് എത്തുന്നത്. അപ്പൊ അതുപോലൊരു വലിയ സിനിമയാണ്, മാത്രമല്ല ഒരു മൾട്ടി സ്റ്റാർ സിനിമ കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു സിനിമ എന്ന് പറയുന്നത് പൊതുവെ സിനിമാ പ്രേമികൾക്ക് ആഘോഷിച്ച് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അങ്ങനത്തെ ഒരു സിനിമയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ സിനിമയ്ക്ക് വേണ്ടി അത്രയധികം ഇതിന്റെ പിന്നിലുള്ള ആൾക്കാർ കഷ്ടപ്പെട്ടിട്ടുണ്ട്. വിഷ്ണു ഒക്കെ പലപ്പോഴും ഞാൻ കാണുമ്പോൾ പകുതി ഉറക്കത്തിൽ നിൽക്കുന്ന വിഷ്ണുവിനെയാണ് ഞാൻ പലപ്പോഴും കാണാറുള്ളത്. പക്ഷേ ഈ സിനിമ എല്ലാവർക്കും ഒരു ഗ്രോത്ത് ആണ്. പണ്ട് ഞാൻ വിഷ്ണുവിനെ കാണുമ്പോൾ വിഷ്ണു എപ്പോഴും അഭിലാഷേട്ടൻ പറഞ്ഞ പോലെ എന്ന് പറയുന്ന വിഷ്ണുവിൽ നിന്നും ഇപ്പൊ സ്വയമായിട്ട് കാര്യങ്ങളായിട്ടുള്ള ഒരു ക്യാപ്റ്റനായി മാറിയ വിഷ്ണു, അങ്ങനെ ഓരോ ആൾക്കാരുടെയും ഗ്രോത്ത് ഞാൻ ഈ സിനിമയിൽ കാണുന്നുണ്ട് എന്നുള്ളത് തികച്ചും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ആൻഡ് മുരളീചേട്ടനാണെങ്കിലും ഗോകുലോ ആണെങ്കിലും ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എത്തി എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. പിന്നെ എനിക്ക് പറയാനുള്ളത് കുറേ ആളുകളുടെ സ്വപ്നമാണ്. ഞാൻ സിനിമ സ്വപ്നം കാണുന്ന ഒരു വ്യക്തിയാണ്. ഒരു അർജുന്റെ സിനിമയിൽ അഭിനയിച്ചിട്ടാണ് എൻ്റെ ജീവിതം സെറ്റായത്. അത് അല്ലു അർജുനായിരുന്നു. അലവൈകുണ്ഠപുരമല്ലോ എന്നുള്ള ആ സിനിമ ചെയ്തപ്പോൾ ഇന്ന് ഞാൻ തെലുങ്കിലെ സിനിമ ചെയ്യുന്ന 4 കൊല്ലം മുമ്പ് ചെയ്ത ഒരു സിനിമയുടെ മൈലേജിലാണ്. ഇന്ന് ഇവിടെ കുറെ ആളുകൾ, ഗോപിക മാത്രമല്ല ഒരുപാട് ആളുകൾ അവരുടെ സിനിമ സ്വപ്നവുമായിട്ടൊരു സിനിമ തുടങ്ങിയാണ്. അവർക്കൊക്കെ ഇത് വെച്ചടി ഒരു ബ്രേക്ക് നൽകുന്ന, വെച്ചടി കയറ്റം നൽകുന്ന ഒരു സിനിമയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അങ്ങനെയായി മാറട്ടെ. ഈവൻ അർജുന് പോലും, കാരണം അർജുൻ ഒരു ഗ്രോയിങ് ടാലന്റ് ആണ്. അദ്ദേഹത്തിന്റെ പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളത് അദ്ദേഹത്തിന്റെ കമ്മിറ്റ്മെന്റ് എന്താണെന്നുള്ളത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അല്ലു അർജുൻ സ്പേസിലേക്കൊക്കെ കയറാൻ സാധിക്കട്ടെ. നമ്മുടെ സ്വപ്നങ്ങൾ അങ്ങനെ ആവണല്ലോ, അങ്ങനെ വേണ്ടേ നമ്മൾ സ്വപ്നം കാണാൻ. അപ്പൊ എല്ലാവിധ ആശംസകളും. ഇത്രയും ആൾക്കാരുടെ പേര് പറഞ്ഞു, ഒരാളുടെ പേര് അത് ഞാൻ ഏറ്റവും അവസാനത്തേക്ക് എടുത്തു വെച്ചതാണ്. കാരണം അദ്ദേഹവും ഇല്ലെങ്കിൽ ഈ സിനിമയില്ല. ഒരു സിനിമ ഉണ്ടാവുന്നത് ഒരാളുടെ ചിന്തയിൽ നിന്നാണ്, ഒരു ത്രെഡിൽ നിന്നാണ്, ഒരു തോട്ടിൽ നിന്നാണ് എന്ന് പറയും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു റൈറ്റർ ആ സിനിമ മറ്റ് ഒരുപാട് ആളുകളെ ഏൽപ്പിക്കുകയാണ്. പിന്നെ എല്ലാവരുടെയും തോട്ടായി അത് മാറുകയാണ്. പക്ഷെ ഇവിടെ ഇദ്ദേഹം റൈറ്ററാണോ, ആക്ടറാണോ, പ്രൊഡ്യൂസറാണോ, ഡയറക്ടറാണോ, ഇനി എന്താണ് എന്ന് പറയാൻ പറ്റാത്ത അത്ര കഷ്ടപ്പെട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഞാൻ എല്ലാ സമയത്തും ഈ സിനിമയുടെ ഘട്ടത്തിൽ കണ്ടിട്ടുണ്ട്. അത് ഈ സിനിമയുടെ ബിസിനസ് സംസാരിക്കുന്ന കാര്യമാണെങ്കിലും, സെൻസർ ബോർഡിന്റെ സമയത്താണെങ്കിലും, എല്ലാ സമയത്തും ഒരാളുടെ സിനിമയുടെ പാഷൻ എന്താണ് എന്ന് കണ്ട് കൊതിച്ചിട്ടുണ്ട് ഞാൻ. ഇതുപോലെയൊക്കെ സിനിമയെ ആഗ്രഹിക്കണം, ഇതുപോലെയൊക്കെ വേണം നമ്മുടെ ഹങ്കർ സിനിമയോട് എന്ന് എനിക്ക് ഫീൽ ചെയ്ത് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അഭിലാഷ് പിള്ളൈ. ദിസ് ഇസ് യുവർ ഹാർഡ് വർക്ക്. അതിന് ഒരു ഗംഭീര കയ്യടി നമ്മളെല്ലാവരും കൊടുത്തേ പറ്റൂ. സിനിമ കാണുന്നവർക്ക്, സിനിമ ആഗ്രഹിക്കുന്നവർക്ക് എന്നും ഒരു ഇൻസ്പിറേഷനാണ്. നിങ്ങൾ വളരുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഫാൻസ് കൂടുന്ന പോലെ തന്നെ ഹേറ്റേഴ്സും കൂടും. അതെല്ലാവരും അവിടെയൊക്കെ നിങ്ങൾക്ക് ശക്തമായിട്ട് പിടിച്ചു നിൽക്കാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. സുമതി വളവ് ഒരു ഗംഭീര വിജയമാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. Thank you so much. Thanks to John Ellie. എല്ലാവർക്കും നമസ്കാരം. എന്താ ഞാൻ പറയണ്ടേ? അല്ല, ചേട്ടന് സന്തോഷം പറയാം. ഈ സുമതി വളവിനെ പറ്റിയിട്ട് എന്താണ് എല്ലാവരും എക്സ്പെക്ട് ചെയ്യേണ്ടതെന്നുള്ളത് പറയാം. താങ്ക് യു. ഞാൻ എൻ്റെ പണി എന്ന സിനിമയ്ക്ക് ശേഷം അഭിനയിച്ച പടമാണ് സുമതി വളവ്. ഒരു പോലീസ് ഓഫീസറുടെ വേഷമാണ് ഞാൻ ഈ സിനിമയിൽ ചെയ്യുന്നത്. എസ് ഐ ബെഞ്ചമിൻ. ഞാൻ ചെറിയൊരു നെഗറ്റീവ് ഷെയ്ഡ് ക്യാരക്ടറാണ് ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത്. ബാക്കിയെല്ലാം ഓഗസ്റ്റ് 1-ാം തീയതി തിയേറ്ററിൽ കാണാം. എല്ലാവരും സിനിമ കാണണം, ഒരു ഗംഭീര വിജയമാക്കി മാറ്റണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ പറയാൻ ഒരുപാടുണ്ട്. ഈ സിനിമയിൽ ഞാൻ വന്ന കാരണം ഇതിൻ്റെ പ്രൊഡ്യൂസർ മുരളീചേട്ടൻ, അഭിലാഷ്, വിഷ്ണു, എൻ്റെ കൂടെ അഭിനയിച്ച ഇതിൻ്റെ ഹീറോ അർജുൻ, ഇല്ല പറയില്ല, ബാലു, എൻ്റെ സുഹൃത്തുക്കളെല്ലാം, എൻ്റെ കോ ആക്ടേഴ്സ് എല്ലാം
എല്ലാവരോടും ഉള്ള നന്ദി അറിയിക്കുന്നു. രഞ്ജിൻ, താങ്ക് യു ഫോർ ബ്യൂട്ടിഫുൾ മ്യൂസിക്. എല്ലാവരോടും ഉള്ള നന്ദി അറിയിക്കുന്നു. ശേഷം സ്ക്രീനിൽ. താങ്ക് യു. Thank you so much, sir. All the very best to you. And ഹലോ സോ സുമതി വളവ് വളരെ നമ്മുടെ പ്രിയപ്പെട്ട ഒരു സിനിമയാണ്. ഒരുപാട് കാലമായി നമ്മളിപ്പോൾ ഈ കോൺസെർട്ട് മിറ്റും അങ്ങനത്തെ കുറേ ഇംഗ്ലീഷ് സിനിമകളൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് കാര്യമായിട്ട് ഇതിനെ നെഞ്ചിലേക്ക് എടുക്കുന്നുണ്ട്. പക്ഷേ മലയാളികൾക്ക് ഇപ്പോഴും ഒരു യക്ഷിപ്രേതം അതിനകത്തൊരു ഒരു പ്രത്യേക ഒരു അഫെക്ഷൻ ഉണ്ട്. എനിക്കും കൊത്തിലൊക്കെ ഒരു അഫെക്ഷൻ ഉണ്ട്. സാരി കൊടുത്തൊരു ചേച്ചി ഒരുപോലെ സുഖമുണ്ട്. അതിനകത്തൊരു വേറെ പേടിയുണ്ട്. ആ സുഖമല്ല, ആ പ്രേതത്തിന്റെ സുഖം. ഓഫീസേട്ടാ കാമോൺ. അപ്പം അത് തന്നെയാണ് എന്നെയും ഈ പടത്തിലേക്ക് ഉണ്ടാവാൻ വേണ്ടി ഏറ്റവും കൂടുതൽ കുത്തിയത്. അപ്പം ഇതെല്ലാവരും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലാവും തോന്നുന്നു ഈ സിനിമ കാണുമ്പോൾ. നമ്മൾ അങ്ങനത്തെ സിനിമകൾ കണ്ടിരിക്കുന്ന ഒരുപാട് വർഷം മുമ്പാണ്. ഇപ്പോൾ ഇത്രയും ടെക്നോളജി എല്ലാം നമുക്കുള്ളപ്പോൾ, ഇത്രയും സൗണ്ടിങ്ങും ഇത്രയും നല്ലൊരു തിയേറ്റേഴ്സും എല്ലാം നമുക്കുള്ളപ്പോൾ അതിനകത്ത് നമുക്ക് ഇന്നത്തെ ഒരു സിനിമ ആക്ച്വലി നമ്മുടെ സിനിമ പറയുന്ന ഒരു 90s, ഒരു ലേറ്റ് 80s 90s സമയത്താണ് സിനിമ സംഭവിക്കുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന ഒരു സിനിമ നമുക്ക് ഇപ്പോഴത്തെ ടെക്നോളജി വഴി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അത്രയും രസമായിട്ട് ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സൗണ്ടിങ്ങിലായാലും സിനിമോട്ടോഗ്രഫി ചെയ്തേക്കുന്നത് നമ്മുടെ രാക്ഷസനൊക്കെ ചെയ്തേക്കുന്നത് ശങ്കർ സാറാണ്. അപ്പോൾ അത്രയും രസമായിട്ടുള്ള ഫിലിം മേക്കിംഗ് ഉണ്ട്, നല്ല രസമുള്ള സൗണ്ടിങ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻജോയ്മെന്റ് ഒരു അടിപൊളി സിനിമ തന്നെ ആയിരിക്കും സുമതി വളവ്. എല്ലാവരും ഓഗസ്റ്റ് 1-ാം തീയതിയാണ് പടം റിലീസ്. എന്തായാലും പോയി കാണണം. താങ്ക് യു. excellent visual treat ആയിരിക്കും. Okay. Thank you so much. All the very best to you once again. നമസ്കാരം കൊച്ചി. താങ്ക് യു. എനിക്ക് ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. ഞാൻ സ്ക്രീനിൽ കണ്ട ഇത്രയും ആക്ടേഴ്സിൻ്റെ കൂടെയൊക്കെ എനിക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റി. ഞാൻ ഭയങ്കര ഒരു ഓസ്ട്രക്ക് ആയിട്ട് പല നിമിഷവും നിന്നത് ആ സെറ്റിൽ. 1 ഓഗസ്റ്റിന് സുമതി വളവ് റിലീസാണ്. ഒരു വീട്ടിലെ എല്ലാ കൂട്ടർക്കും, എല്ലാ കുഞ്ഞുങ്ങൾ തൊട്ട് മുത്തശ്ശന്മാർ വരെയുള്ള എല്ലാവർക്കും സിനിമ എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. എല്ലാവരും പോയി സിനിമ കാണുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും കാണുമായിരിക്കുമോ? ഭയങ്കര ഡൾ ക്രൗഡ്, ഒരനക്കമില്ല. ഭയങ്കര ഡള്ളാണെന്ന് പറഞ്ഞേ, പക്ഷെ നേരത്തെ കാണിച്ച ഒരു എനർജി ഉള്ള എനർജി ഒക്കെ ഒന്ന് കാണിക്കോ? ഒന്നൊന്നും ബഹളമിക്കാവോ? പരിപാടി വെച്ചാൽ ഫോട്ടോ വെച്ച് പിള്ളേർ സോറി തൊണ്ട പോയി കിടക്കുന്ന മാപ്പാക്കണം. ഫോട്ടോ വെച്ച് പിള്ളേർ പൊളിയാണ്. വെറുതെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ കേട്ട് വിശ്വസിക്കുക. അപ്പോൾ ഹലോ, വളരെ സന്തോഷം. നമസ്കാരം. ഓഗസ്റ്റ് 1-ാം തീയതി സുമതി വളവ് ഇറങ്ങാണ്. എല്ലാവരും പോയി പടം തിയേറ്ററിൽ തന്നെ കാണാൻ മാക്സിമം ശ്രമിക്കണം. എല്ലാവർക്കും തിരക്കേണ്ടെന്നൊക്കെ അറിയാം, പക്ഷെ എന്നാലും പടം തിയേറ്ററിൽ കാണുന്നതിൻ്റെ സുഖം നിങ്ങൾ മൊബൈലിലോ ടി വിയിലോ എന്നുവെച്ചാൽ ഫസ്റ്റ് ടൈം വാച്ച് ചെയ്യുമ്പോൾ അത് കിട്ടില്ല എന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു വിശ്വാസം. കാരണം ഒരു ആഗ്രഹമാണ് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക എന്നുള്ളത്. അപ്പോൾ മാക്സിമം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഹലോ, ഹായ് അച്ചോ, ഹലോ, ഹായ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നന്ദി പറയാം. കാരണം സുമതി വളവ് 2019 കേട്ട കഥയാണ്. ആ സമയത്ത് കേട്ടതിനേക്കാൾ കുറേ മാറ്റമുണ്ട് ഇപ്പോൾ. അപ്പോൾ ഞാൻ ഈ കഥ കേൾക്കുന്നത് എൻ്റെ ഒരു സ്ഥാപനത്തിന് മുമ്പിൽ നിന്നാണ്. അപ്പോൾ ആ സമയത്ത് ഞാനും അഭിലാഷേട്ടൻ വിളിച്ചിട്ട് ഞങ്ങളുടെ ഒരു കഥ പറയേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ആദ്യം കേട്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. പക്ഷെ ആ സമയത്ത് ഞങ്ങൾ പടം ചെയ്യുമ്പോൾ അത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു പ്രൊഡ്യൂസറിനെ കിട്ടിയില്ല. പക്ഷേ ഈ 2025 അതിനെക്കാട്ടും വലിയ രീതിയിൽ ആ പടത്തിന് വേണ്ട രീതിയിൽ തന്നെ പണം മുടക്കി വന്ന മുരളിച്ചേട്ടനോട് വലിയ നന്ദി ഞാൻ പറയുന്നു. പിന്നെ ഈ പടം ആ സമയത്ത് കേട്ടതിനെക്കാട്ടും നല്ല രീതിക്ക് മാറ്റങ്ങൾ വരുത്തിയ അഭിലാഷേട്ടനോട് നന്ദി പറയുന്നു. കാരണം അഭിലാഷേട്ടൻ ഇപ്പം നമ്മൾ നമ്മുടെ സജഷൻ പറഞ്ഞാലും ആസ് എ റൈറ്റർ ചിലപ്പോൾ പുള്ളിയുടെ ഒരു ഒപ്പീനിയനായിട്ട് വേണ്ടെന്നൊക്കെ പറയും. പക്ഷേ അഭിലാഷേട്ടൻ അത് രണ്ട് കൈ സ്വീകരിക്കുന്ന ഒരാളാണ് അഭിലാഷേട്ടൻ. പക്ഷേ ഇതിന് വേറൊരു പെർസ്പെക്റ്റീവ് കൊടുക്കും. പിന്നെ ചേട്ടാ, ഐ ലവ് യു.
ബിക്കോസ് സുമതി വളവ് നിങ്ങൾക്ക് ആ പടം കാണുമ്പോൾ പുള്ളി ആ കഥ എടുത്തേക്കുന്ന രീതി ഇസ് നെക്സ്റ്റ് ലെവൽ. അപ്പോൾ എനിക്കത് ഭയങ്കര വർക്കായി. കാരണം കുറെ നാളായി 2000 എൻ്റെ അച്ഛനൊക്കെ അഭിനയിച്ച പടങ്ങൾ കണ്ടൊരു സുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഭയങ്കര റിയലിസ്റ്റിക് അല്ല, പക്ഷെ എന്നാലും നമുക്ക് കണ്ടുരസിക്കാൻ പറ്റുന്ന ഒരു പരിപാടികളൊക്കെ ആയിരുന്നു. അപ്പോൾ അത് തിരിച്ചു കൊണ്ടുവരിക, അല്ലെങ്കിൽ ആ ഒരു പെർസ്പെക്റ്റീവ്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റൈൽ ഓഫ് മേക്കിംഗ് കൊണ്ടുവരിക എന്നുള്ളതിൽ താങ്ക് യു സോ മച്ച്. പിന്നെ എല്ലാവരോടും നന്ദി, എസ്പെഷ്യലി രഞ്ജിൻ ചേട്ടാ. ഞാൻ ചോദിച്ചു വാങ്ങിയ പാട്ടാണ് നിങ്ങളിപ്പോൾ കേട്ട ഉത്സവ സോങ്. എനിക്ക് കുറേ നാളത്തെ ആഗ്രഹം ഡാൻസ് കളിക്കണം എന്നുള്ളത് ഞാൻ തീർത്തു. പിന്നെ ഒരു പാട്ട് ഇറങ്ങി, ശോകം വേണ്ട, ദാറ്റ്സ് മൈ ഫേവറേറ്റ് സോങ്. അപ്പോൾ പിന്നെ ബാലിച്ചേട്ടാ ഇവിടെ കുറേ പടമായി, സ്പെഷ്യൽ നന്ദിയൊന്നും പറയണ്ടല്ലോ അല്ലേ? പോടാ. ഓക്കെ, റാഫി, ശിവ, ഗോകുൽ അടിപൊളിയായിരുന്നു. ഓക്കെ, പിന്നെ ഈച്ച് ആൻഡ് എവരി വൺ എല്ലാവരോടും, മാളവിക, ഗോപിക, ജൂഹി, ജസ്റ്റിനോട് ഒരുമിച്ച് സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്തിട്ടില്ല ഇവിടെ ഇരിക്കണ എല്ലാവരോടും. അശ്വതി ചേച്ചി യൂട്യൂബ്, അഭിലാഷേട്ടൻ്റെ ഭാര്യയാണ്, എൻ്റെ ചേച്ചിയായിട്ട് അഭിനയിച്ചാണ്. ബോബി ചേട്ടാ, ഈ ചങ്ങായി ഇല്ലായിരുന്നെങ്കിൽ ആ ലൊക്കേഷൻ സൈലന്റ് ആയിരുന്നു. ഇപ്പൊ ഞങ്ങൾ ഫ്രണ്ടിലിരുന്ന് ഇത്ര അലമ്പില്ലേ, ഇതേ മൂഡ് തന്നെയായിരുന്നു അവിടെ. പിന്നെ ഈ ഒരു ടൈമിൽ ഞാൻ എൻ്റെ കൂടെ കുറേ നാളായിട്ടുള്ള 2 പേരും കൂടി ഞാൻ ഇൻവൈറ്റ് ചെയ്യണം, റാഫി ആൻഡ് ശിവ. കാരണം ഇവര് പൊളിയാണ്. റാഫി DQ ആൻഡ് ശിവ, ഇവർ 2 പേരും വൻ പൊളി പടത്തിൽ ചെയ്തിട്ടുണ്ട്. റാഫിയുടെ കൂടെ വേറൊരു പടം ചെയ്തിട്ടുണ്ട് ഞങ്ങള്, അത് പിന്നെ പറയാം. അപ്പോൾ ഈ പടത്തിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്ന് പറയാം. ഇവിടെ ഇങ്ങനെ എല്ലാവരോടും ബിഗ് താങ്ക്സ്. August 1 ഞങ്ങളുടെ എല്ലാവരും റിക്വസ്റ്റാണ് തിയേറ്ററിൽ പോയി പടം വാച്ച് ചെയ്യുക. കാരണം അതൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ്. തലയാട്ടിക്കോ കണ്ടിട്ട് നീ എന്നെ മെസ്സേജ് അയക്കണോട്ടെ, കാര്യം ഞാൻ പറഞ്ഞു. ഓക്കെ, റാഫി എന്താ പറയുന്നത്? ഒരുപാട് സന്തോഷമുണ്ട്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു വലിയ സ്റ്റേജിൽ നിൽക്കാൻ പറ്റിയത് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ചില കാര്യങ്ങൾ എങ്ങനെയാണ്, ചെറിയ ലക്ഷ്യങ്ങൾ തട്ടി വീണാലും വലിയ ലക്ഷ്യം നമ്മൾ കൂടെ തന്നെ ഉണ്ടാവും, വീണ്ടും ഓടുന്നവർക്ക് വേണ്ടി. അപ്പോൾ ഞാനങ്ങനെ ഓടി. എൻ്റെ കൂടെ നിന്ന് എൻ്റെ ഉമ്മ, വാപ്പ, അർജുൻ, ഞങ്ങൾ 3ാമത്തെ പടമാണ്. ഞാൻ ആകപ്പാടെ 3 പടത്തിൽ അഭിനയിച്ചു. 3 പടത്തിൽ നായകനവരാണ്. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ട്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അതിനുശേഷം സുമതിയോടെ വന്നു, അഭിലാഷനെ പരിചയപ്പെട്ടു, വിഷ്ണു ചേട്ടൻ, ബാലിച്ചേട്ടൻ, ഗോപി ചേട്ടൻ, എല്ലാവരും ഒരുപാട്, ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരുപാട് നല്ല അനുഭവങ്ങളായിരുന്നു ഇതിനകത്ത്. കുറേ ആർട്ടിസ്റ്റുകളെ കാണാൻ പറ്റി, കുറേ പേരുമായിട്ട് സൗഹൃദം കൂടാൻ പറ്റി. അപ്പം നിങ്ങളെല്ലാവരും August 1 ഈ പടം പോയി തിയേറ്ററിൽ തന്നെ കാണണം. മൊബൈലിലും TV-യിലും കാണാതെ തിയേറ്ററിൽ കാണുന്ന അനുഭവം ഭയങ്കര ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. സോ ഞങ്ങളെയൊക്കെ സ്നേഹിക്കുന്ന നിങ്ങൾ ഉറപ്പായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണണം. താങ്ക് യു സോ മച്ച് സപ്പോർട്ട് ആൻഡ് ലവ്. അപ്പം ശിവ എന്താ പറയുക? ഒത്തിരി സന്തോഷം ഇവിടെ വന്ന് നിൽക്കാൻ പറ്റിയത്. കാരണം ഓരോ ട്രെയിലർ ലോഞ്ച്, ഓരോ പടത്തിന്റെ ടീസർ ലോഞ്ച് അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെ പോലെ തന്നെ ഞാനിവിടെ വന്ന് നിന്നിട്ട് കണ്ടിട്ടുണ്ട്. അന്ന് ഈ ബാരിക്കേഡിന്റെ അപ്പുറത്തായിരുന്നു. ഇന്നിപ്പോ ഇവിടെ നിൽക്കാൻ കാരണം അഭിലാഷ് ചേട്ടനും വിഷ്ണു ചേട്ടനും അർജുൻ അശോകനുമാണ്. അതിൽ ഒത്തിരി സന്തോഷം. ഇത്രയും കിടിലൻ കാസ്റ്റിന്റെ കൂടെ ഇത്രയും നല്ലൊരു ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അർജുനോടും ബാലുചേട്ടനോടും ഗോപി ചേട്ടനോടും സിദ്ധാർത്ഥേട്ടൻ, അങ്ങനെ റാഫി, ഇതിനെ അഭിനയിച്ച എല്ലാവരും ഞാൻ ഒരുപാട് കണ്ട് ഇഷ്ടപ്പെടുന്ന ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ അവരുടെ ഒക്കെ കൂടെ എനിക്ക് സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റി. ഒരു ഫുൾ ലെങ്ത് റോൾ ചെയ്യുന്ന ആദ്യത്തെ സിനിമയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കണ്ട് വിജയിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. August 1 സുമതിയോട് കാണല്ലേ? യെസ്, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവർക്കും സീറ്റ്സിലേക്ക് പോകുന്നതാണ്. ബട്ട് അർജുൻ